ഇതിൻ്റെ ഇടയ്ക്കൊക്കെ ഇതുണ്ടോ, ഈ ഒരു ഭാഗത്തൊക്കെ ആയിട്ട് കുറച്ച് തുരുമ്പുകളുണ്ട്. അതായത് ഇത്രയും ചെറിയൊരു പീസ് ഓഫ് ഈ ഒരു വണ്ടിക്ക് മാത്രമല്ല വന്നേക്കുന്നത്. അതായത് ഓൾമോസ്റ്റ് എനിക്കറിയാവുന്നത് ഉണ്ട്. ഈ ഒരു ഭാഗമുണ്ട്, ഇവിടെ ഈ ഉണ്ട്. അതായത് ന്യൂസ് പേപ്പറും അതും വെച്ച് ഫുള്ള് അത്യാവശ്യം കവർ ചെയ്തിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല ക്ലീനായിട്ട് അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ചുമ്മാ ജസ്റ്റ് ഇത് കയറിയിരിക്കുവാണ്. ഇത് ജസ്റ്റ് ഇങ്ങോട്ട് വലിച്ചു കഴിഞ്ഞാൽ അങ്ങനെ നമ്മളിതേ വണ്ടി ഫുള്ള് റെഡി ആക്കിയിട്ടുണ്ട്. അവിടെ റേസ് 150 വേഴ്സസ് 150. ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. സോ ഗൈസ്, ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു വണ്ടീനെ കുറിച്ച് തന്നെയാണ്. അപ്പോൾ സംഭവം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതായത് നമ്മുടെ ഈ ഒരു യമഹയുടെ വണ്ടികളിൽ ഈ തുരുമ്പ് കയറുന്ന ഒരു പ്രശ്നം. അതായത് നിങ്ങളിത് ജസ്റ്റ് ഞാനൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഇത് കണ്ടോ, തുരുമ്പ് കയറിയുന്നുണ്ട്. ഇതുണ്ട്, ഇതെല്ലാം ഞാനിപ്പോൾ പേപ്പർ പിടിച്ച് ഫുള്ള് കളഞ്ഞേക്കുന്നതാണ്. എന്നാലും ഓൾമോസ്റ്റ് പോയിട്ടില്ല. ഇതിൻ്റെ ഇടയ്ക്കൊക്കെ ഇത് കണ്ടോ, ഈ ഒരു ഭാഗത്തൊക്കെ ആയിട്ട് കുറച്ച് തുരുമ്പുകളുണ്ട്. അതായത് ഇത്രയും ചെറിയൊരു പീസ് ഓഫ് എന്താ പറയുന്ന ഒരു ഇതിൽ തന്നെ ഇത്രയും തുരുമ്പ് കയറിയിട്ടുണ്ട്. അതായത് നിങ്ങൾക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലായി. ഇത് ജസ്റ്റ് ഒരു വാഷറാണ് ഇത് ഇട്ടേക്കുന്നത്. അപ്പോൾ ആ ഒരു സാധനത്തെ വരെ അത്രയും തുരുമ്പ് കയറിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്ത് പിന്നെ ഇത് കണ്ടോ, ഇവിടെ എല്ലാം ഞാൻ പേപ്പർ പിടിച്ചേക്കുന്നതാണ്. ഇതുണ്ട്, ഇവിടെ എനിക്കിനിപ്പോൾ ഈ ഒരു ടെയിലും കൂടെ അഴിച്ചിട്ട് ഇതിൻ്റെ ഇവിടെ എല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് പേപ്പർ പിടിക്കണം. അപ്പോൾ അങ്ങനെ കുറച്ച് പരിപാടിയുണ്ട്. പിന്നെ ഇത് കണ്ടില്ലേ, ഇവിടെ ഇതിൻ്റെ അകത്ത് കണ്ടോ ഇത്, അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്ത് ഇവിടെ അങ്ങനെ കുറേ സ്ഥലങ്ങളിൽ തുരുമ്പൊക്കെ കയറിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഈ ഒരു വണ്ടിക്ക് മാത്രമല്ല വന്നേക്കുന്നത്. അതായത് ഓൾമോസ്റ്റ് അറിയാവുന്ന ഒരു 90% വണ്ടികളിൽ, അല്ല 90 ഒരു 99% വണ്ടികളിലും ഇതുപോലെ തന്നെ പ്രശ്നങ്ങളുണ്ട്. അതായത് ഈ ഒരു തുരുമ്പ് കയറുന്ന ഒരു പ്രശ്നം. അതായത് പുതിയ വണ്ടികൾക്കും ഉണ്ട്, അതുപോലെ തന്നെ പഴയ വണ്ടികളിലും ഉണ്ട്. ഇതിൻ്റെ തന്നെ നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ ഒരു പുത്തൻ R15 V4 ഫുള്ള് തുരുമ്പായിരുന്നു. അപ്പോൾ അവനും ഇതുപോലെ വീഡിയോയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു പ്രശ്നം നിങ്ങൾക്ക് എത്ര പേർക്ക് വന്നിട്ടുണ്ടെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അറിയാൻ വേണ്ടിയാണ്. അതായത് ഇത് നോർമലായിട്ടുള്ളൊരു ഇഷ്യൂ അല്ല. കാരണം ഈ ഒരു വണ്ടിയിൽ ഫുള്ള് എപ്പോഴും എല്ലാ വണ്ടികൾക്കും വരുന്നൊരു പ്രശ്നമാണ് ഫുള്ള് ഇതുപോലെ തുരുമ്പ് കയറുന്നൊരു പ്രശ്നം എന്ന് പറയുന്നത്. സോ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ, എനിക്ക് അറിയാൻ വേണ്ടിയാണ്. അപ്പോൾ നിങ്ങൾ ഇതൊക്കെ ഷോറൂമിൽ കൊണ്ടുപോകുമ്പോഴൊക്കെ ഇത് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക. അതായത് സർവീസിന് കൊണ്ടുപോകുന്ന സമയത്ത് ഇതൊക്കെ ഒന്ന് അഴിക്കുന്ന സമയത്ത് ജസ്റ്റ് നിങ്ങളും കൂടെ അകത്ത് കയറി പോയിട്ട് ജസ്റ്റ് ഒന്ന് നോക്കുക തുരുമ്പ് വല്ലതും ഉണ്ടോയെന്ന്. അല്ലെങ്കിൽ ഇതുപോലെ സീറ്റൊക്കെ ഒന്ന് ഊരുമ്പോഴോ എന്തെങ്കിലുമൊക്കെ കാര്യം ചെയ്യുമ്പോൾ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുക തുരുമ്പും കാര്യങ്ങളൊക്കെ ഉണ്ടോയെന്ന്. ഷോറൂമിലൊക്കെ ചെയ്യുമ്പോഴൊക്കെ അവരോട് തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ അവരത് ചെയ്തു തരും. പക്ഷേ അവർ ഒരിക്കലും ആ ഒരു നീറ്റ്നെസ് ചെയ്തു തരത്തില്ല. അതായത് ഇപ്പം എൻ്റെ വണ്ടി ഞാൻ കഴിഞ്ഞ തവണ ഒരു സർവീസിന് അവിടെ ഷോറൂമിൽ കൊണ്ടുപോയതാണ്. ഏതാണ്ട് 3000 രൂപ അടുത്ത് ബില്ലും കിട്ടിയായിരുന്നു എനിക്കന്ന്. അപ്പം അന്ന് ഞാൻ ഇതുപോലെ ഈ ഒരു തുരുമ്പും കാര്യങ്ങളൊക്കെ അവർ കാണിച്ചു കൊടുത്തതാണ്. അപ്പോൾ അവരെന്താണെന്ന് ജസ്റ്റ് ചെയ്തതെന്നത് നിങ്ങളിത് ഇവിടെ ശ്രദ്ധിച്ചാൽ കഴിഞ്ഞാൽ അത് ഈ ഒരു ഭാഗം കണ്ടോ, ഈ ഒരു ഭാഗത്ത് വേറൊരു രീതി പെയിൻ്റ് ഇരിക്കുന്നുണ്ടോ. അപ്പോൾ അതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരോട് ഞാൻ പറഞ്ഞതുപോലെ തുരുമ്പ് കയറുന്നുണ്ട്, അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് നോക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അവരെന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഈ ഒരു ഭാഗമൊക്കെ ഊരിയ സമയത്ത് ഇവിടെ ജസ്റ്റ് ഒന്ന് നമ്മുടെ സ്പ്രേ പെയിൻറ്റ് വെച്ച് ചുമ്മാ ഒന്ന് അടിച്ചു വിട്ടു. അതായത് ഒന്ന് തൂക്കുകയോ പേപ്പർ പിടിക്കുകയോ ഒന്നും ചെയ്തില്ല. അത് ഞാൻ കണ്ടുകൊണ്ടിരിക്കുക കേട്ടോ. ഞാൻ പിന്നെ ഒന്നും പറയാൻ പോയില്ല. കാരണം എനിക്കറിയാം അത് അങ്ങനെയൊക്കെ ചെയ്യത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ തന്നെ എപ്പോഴേലും സമയം കിട്ടുമ്പോൾ ഇതുപോലെ ഊരി ചെയ്യാമെന്ന് ഓർത്ത് ഞാൻ അത് വേണ്ട വിട്ടു. അപ്പോൾ അങ്ങനെ ഈ ഒരു സംഭവങ്ങളൊക്കെ ഞാനിപ്പോൾ ഊരി സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഷോറൂമിൽ കൊടുക്കുന്നവർ അത് ശ്രദ്ധിക്കുക. അത്ര നീറ്റ്നെസ് അവർ ചെയ്തു തരത്തില്ല. സോ എന്തായാലും നിങ്ങൾ ഇതുപോലെ തുരുമ്പും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്നെങ്കിൽ സ്വന്തമായിട്ട് ചെയ്യുക. പക്ഷേ സ്വന്തമായിട്ട് ചെയ്യുന്ന സമയത്ത് ഈ ടാങ്കൊക്കെ ഒഴിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. കാരണം അതിൻ്റെ ഒരു ഇഞ്ചക്ടറിൻ്റെ ഈ ഒരു സാധനമൊക്കെ ഒടിഞ്ഞു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ 8ൻ്റെ പണിയാണ്. അപ്പോൾ അതൊക്കെ ജസ്റ്റ് അറിയാവുന്നിടത്ത് കൊണ്ട് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. പിന്നെ ചെയ്യാൻ അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ അത്രയും നല്ല ചെയ്യുന്ന എവിടെയെങ്കിലും കൊണ്ട് ചെയ്യുക. നിങ്ങൾക്ക് അത്രയും ഉറപ്പും വിശ്വാസവും ഉള്ളിടത്ത് മാത്രം കൊണ്ട് ചെയ്യുക. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ ഈ ഒരു വീഡിയോയുടെ കണ്ടൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് മാത്രമല്ല, നിങ്ങൾ വേറൊരു കാര്യം കൂടെ ശ്രദ്ധിക്കണം. അതായത് ഞാൻ ഇവിടെ എൻ്റെ ടാങ്കും കാര്യങ്ങളൊക്കെ ഇവിടെ ഊരി വെച്ചിട്ടുണ്ട്. അതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഓസ് കണ്ടോ, ഈ ഒരു ഓസ് ബ്ലോക്കായിരുന്നു. അതായത് ഇത് നമ്മുടെ ഇതിൻ്റെ അകത്തൂടെ വരുന്നതാണ് കേട്ടോ. ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. നമ്മൾ ഈ ടാങ്കൊക്കെ തുറക്കുമ്പോഴേക്കിൻ്റെ ഇവിടെ കണ്ടോ, ഈ ഒരു ഹോള് കണ്ടോ, ഈ ഒരു ഹോള്
ഈ ഒരു ഹോൾ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ടാങ്കിൻ്റെ ഇതിൻ്റെ ഇടയ്ക്കൂടെ ഒക്കെ വെള്ളം ഇറങ്ങുമ്പോൾ ഇതിൻ്റെ അകത്തൂടെ ഇറങ്ങി ഈ ഒരു അടിയിൽ കൂടെ ഈ ഒരു പൈപ്പിൻ്റെ അകത്തൂടെ നേരെ വെളിയിൽ പോവും. അപ്പോൾ എൻ്റെ ഇതൊരു ബ്ലോക്കായിരുന്നു. അപ്പോൾ ഇതിൻ്റെ അകത്ത് കിടന്ന് വെള്ളം ഇതിലെല്ലാം ഇറങ്ങി ഇതിൻ്റെ അകത്തേക്കാണ് മൊത്തം പോയത്. അപ്പോൾ ഇത് മൊത്തം ഞാനാണെങ്കിൽ അഴിച്ചിട്ട് ഇതിൻ്റെ അകത്ത് പെട്രോളെല്ലാം ഊറ്റിക്കളഞ്ഞ് ഫുള്ള് എല്ലാ സാധനവും സെറ്റ് ചെയ്ത് വെച്ചേക്കുക കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ഇത് കയറ്റണം. അപ്പോൾ അത് നിങ്ങൾ ജസ്റ്റ് ശ്രദ്ധിക്കുക, ജസ്റ്റ് ഇതിൻ്റെ അകത്തൂടെയൊക്കെ വെള്ളം ഇറങ്ങുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക. എൻ്റെ ഓസ് ബ്ലോക്ക് ആയിരുന്നു, അപ്പോൾ അത് ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾ ചെക്ക് ചെയ്യുക. ഈ 2 കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ മെയിനായിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നമുക്കിനിയിപ്പോൾ ഇത് ഫുള്ളൊന്ന് ഈ ഒരു പീസും കൂടെ അഴിച്ചിട്ട് ഇതൊക്കെ ഒന്ന് പേപ്പറൊക്കെ ഒന്ന് പിടിച്ചിട്ട് ജസ്റ്റ് ഒന്ന് പെയിൻ്റൊക്കെ അടിച്ച് ജസ്റ്റ് സെറ്റ് ചെയ്ത് വെക്കാം കേട്ടോ. ഏറ്റവും നല്ലത് നമ്മൾ മറ്റേ അല്ലാത്ത പെയിൻ്റ് അടിക്കുന്നതാണ്, അത് കടയിൽ കൊടുത്ത് അടിപ്പിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ ഞാൻ തൽക്കാലത്തേന് സ്പ്രേ പെയിൻറ്റ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുവാണ്. കുഴപ്പമൊന്നുമില്ല സ്പ്രേ പെയിൻറ്റ് ചെയ്യുന്ന സമയത്ത്. പക്ഷേ നമുക്കത് എന്താ പറയുക, അത്ര ഒരു സെറ്റപ്പ് കിട്ടണമെന്നില്ല. എന്നാലും ഇതുപോലെ പേപ്പറൊക്കെ പിടിച്ചിട്ട് ഈ തുരുമ്പൊക്കെ കളയുവാണെങ്കിൽ ഏറ്റവും നല്ലത്, അതാണ് ഏറ്റവും നല്ലത് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ ഇനിയിപ്പോൾ ഈ ഒരു ഭാഗമൊക്കെ അഴിച്ച് ഫുള്ള് സാധനങ്ങളും സെറ്റ് ചെയ്യാം. പിന്നെ ഇവിടെ എല്ലാം ഫുള്ള് പൊടിയാണ്, ഇതൊക്കെ എങ്ങനെ തൂത്ത് വൃത്തിയാക്കുമെന്ന് എനിക്ക് അറിയാൻ പാടില്ല. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ ഇനിയിപ്പോൾ ഇതിൻ്റെ പരിപാടിയിലോട്ട് പോകാം. അങ്ങനെ നമ്മളിത് ഈ ഒരു ഭാഗം മൊത്തം അഴിച്ചിട്ടുണ്ട്. അതായത് ഇവിടെ എടുത്ത് സാധനം വെച്ചിട്ടുണ്ട്. ഇവിടെ ഇരിക്കുന്ന ചെളി നോക്കി, അയ്യോ. അപ്പോൾ ഞാൻ ഇത് അഴിച്ച് കഴിഞ്ഞ് പോകാണ് കണ്ടത്. ഇവിടെ വശത്തെല്ലാം തുരുമ്പുണ്ട്. ഇതുണ്ട്, ഈ ഒരു പീസയിലുണ്ട്. ഇത് ഫുള്ള് ചെളിയാണ്. ഇത് കണ്ടത് ഈ ഒരു ഭാഗം കൊണ്ട് ഇവിടെ 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 ഇവിടെ. അപ്പോൾ ഇതെന്തായാലും അഴിച്ചത് എന്തായാലും നന്നായി. ഇനിയിപ്പോൾ ഇത് ഫുള്ള് ഒന്ന് റെഡിയാക്കണം. ഇത് കണ്ടില്ലേ. അപ്പോൾ നേരെ എൻ്റെ പരിപാടിയിലേക്ക് പോട്ടെ. നമ്മുടെ സാധനങ്ങളെല്ലാം ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, പെട്രോൾ നമ്മൾ ഊറ്റിയത് അതിൻ്റെ അകത്ത് നിന്ന്. അതുപോലെ തന്നെ ഈ ഒരു സാധനമാണ് നമ്മുടെ ഫ്യൂൽ ഇഞ്ചക്ടർ എന്ന് പറയുന്നത്. ഇത് കണ്ടില്ലേ. അപ്പോൾ എന്തായാലും ബാക്കി പരിപാടിയും കൂടെ ചെയ്യട്ടെ. അങ്ങനെ ഓൾമോസ്റ്റ് എല്ലായിടവും നമ്മൾ പേപ്പർ പിടിച്ചിട്ടുണ്ട്. നിങ്ങൾ ഈ ഒരു നട്ടിൻ്റെ കോലവെപ്പം കണ്ടു കാണും. അപ്പോൾ അത് ഞാൻ ഓൾമോസ്റ്റ് ഇതൊക്കെ ചെയ്തൊന്ന് വെളുപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു WD-40 കൂടെ അടിച്ചിട്ട് അതിന് മുമ്പ് ഇത് ഫുള്ളൊന്ന് പൊടിയൊക്കെ ഒന്ന് തൂത്ത് കളയണം. അതിപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു ബ്രഷോ എന്തെങ്കിലും ഒക്കെ വെച്ച് ജസ്റ്റ് ഒന്ന് തൂത്താൽ മതി, അത് മൊത്തം പൊക്കോളും. എന്നിട്ട് നമുക്ക് ഈ ഒരു WD-40 കൂടെ ഒന്ന് അടിക്കണം. എന്നിട്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതൊന്ന് ജസ്റ്റ് ഒന്ന് തൂത്തെടുത്തിട്ട് നമുക്ക് ഫുള്ളൊന്ന് അത്യാവശ്യം സ്ഥലങ്ങളിലേക്ക് ഒന്ന് മാസ്കൊക്കെ ചെയ്യാനുണ്ട്. അപ്പോൾ ആ ഒരു മാസ്കും ചെയ്തിട്ട് നമുക്ക് പെയിൻറ്റ് അടിക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഇത് ഫുള്ള് മാസ്ക് ചെയ്തിട്ടുണ്ട്. അതായത് ന്യൂസ് പേപ്പറും അതും വെച്ച് ഫുള്ള് അത്യാവശ്യം കവർ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഇത് അടിക്കുന്നതിന് കുഴപ്പമില്ല. അപ്പോൾ നമുക്കിത് ഈ ഒരു മാറ്റ് ഇതാകട്ടോ അടിക്കാൻ പോകുന്നത്. കുറേ ഇടയൊക്കെ കണ്ടില്ലേ, ഇവിടെയൊക്കെ ഇനി അത്യാവശ്യം നല്ലപോലെ അടിക്കണം. WD-40 എഴുതി കഴിഞ്ഞപ്പോൾ ആ ഒരു ഇതും കാര്യങ്ങളൊക്കെ പോയി ഫുള്ള് സെറ്റായി കേട്ടോ. ഇനിയിപ്പോൾ ഒരു പേപ്പറും കൂടെ നമ്മുടെ കൈ വേണം ജസ്റ്റ് ഇതിൻ്റെ ഇടയ്ക്കൊക്കെ വെച്ചൊന്ന് അടിക്കാനായിട്ട്. അപ്പോൾ ഇതും കൂടെ അടിച്ചിട്ട് കാണാം. കാരണം ഞാനിപ്പോൾ ഒറ്റയ്ക്കേ ഉള്ളൂ, അതുകൊണ്ട് എല്ലാം കൂടെ ചെയ്യാൻ പറ്റത്തില്ല. സോ എന്തായാലും ഇതും കൂടെ അടിച്ചിട്ട് വരാം കേട്ടോ. ഓക്കെ, ഫൈനലി നമ്മളിത് ഫുള്ള് പെയിൻറ്റും അടിച്ച് തീർന്നിട്ടുണ്ട്. അതായത് എല്ലാ ഭാഗവും നല്ല രീതിക്ക് ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ഇവിടെ തെറിച്ചേക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മറ്റേ WD-40 കേട്ടോ, പെയിൻ്റ് അല്ല. അത് എല്ലാ ഭാഗവും അത്യാവശ്യം നല്ല ക്ലീനായിട്ട് അടിച്ചിട്ടുണ്ട്. ഇത് കണ്ടില്ലേ. അപ്പോൾ ഞാൻ ഈ പെട്രോൾ ഇവിടെ എടുത്തുകൊണ്ട് വെച്ച് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ഇവിടെ എവിടെയെങ്കിലുമൊക്കെ തെറിക്കുവാണെങ്കിൽ ഈ ഒരു വേസ്റ്റ് തേച്ചിട്ട് ശാലം പെട്രോൾ എടുത്തിട്ട് ശാലം ഇങ്ങനെ തേച്ചാൽ മതി കേട്ടോ. ഇതൊക്കെ ഫുള്ള് പൊക്കോളും, സീനൊന്നുമില്ല. അപ്പോൾ അതിന് വേണ്ടി എടുത്തുകൊണ്ട് വന്നതാണ്. അപ്പോൾ അത്യാവശ്യം നല്ല നീറ്റായിട്ടുണ്ട്, എല്ലാം വൃത്തിയായിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് എന്താ പരിപാടി, ഇന്ന് ജസ്റ്റ് ഒന്ന് ഉണങ്ങിക്കഴിഞ്ഞാൽ മാറ്റായതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഉണങ്ങും. അപ്പോൾ അതൊന്ന് ഉണങ്ങിയിട്ട് നമുക്ക് നേരെ ഇതെല്ലാം പൊളിച്ചിട്ട് ഞാൻ ഇത് ഫുള്ളായിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതൊക്കെ നമുക്കിനി പതുക്കെ ഒന്ന് പൊളിക്കാം കേട്ടോ. അപ്പോൾ എല്ലാ ഇടയും നമ്മളിത് പെയിൻ്റ് അടിച്ച് സ്റ്റിക്കറല്ല മാസ്ക് എല്ലാം പൊളിച്ച് കളഞ്ഞിട്ടുണ്ട്. ഇവിടെയൊക്കെ കണ്ടില്ലേ, അത്യാവശ്യം നല്ല നീറ്റായിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഒരു ഭാഗത്തും തുരുമ്പൊന്നും കാര്യങ്ങളും ഒന്നുമില്ല. ഇനിയിപ്പോൾ നമുക്ക് എന്നാ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഫുള്ള് സെറ്റ് ചെയ്യണം. ഞാൻ ടാങ്കെല്ലാം സെറ്റ് ചെയ്തു. നമ്മുടെ ഇവിടുത്തെ ഈ ഒരു നട്ട് ഞാനാണെങ്കിൽ അടിച്ചു വെച്ചിട്ടുണ്ട്, ഇതേ ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതും കയറ്റി സെറ്റ് ചെയ്യണം. കുറച്ച് പരിപാടിയുണ്ട്. അപ്പോൾ ഇതെല്ലാം ഇനി കയറ്റി വെക്കട്ടെ കേട്ടോ. ഒത്തിരി പരിപാടിയുണ്ട്. കാരണം എല്ലാം കയറ്റി വെക്കണമെങ്കിൽ നിസ്സാര പരിപാടിയല്ല, നല്ല സമയം എടുക്കും. അപ്പോൾ എന്തായാലും ഫുള്ള് റെഡിയാക്കിയിട്ട് ഞാൻ വരാം കേട്ടോ. അങ്ങനെ ഓൾമോസ്റ്റ് വണ്ടി എല്ലാം സെറ്റായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇതിൻ്റെ അകമൊക്കെ ഒന്ന് വൃത്തിയായി കഴിഞ്ഞപ്പോൾ തന്നെ എന്ത് രസമാണെന്ന് അറിയാം. ഇപ്പം വണ്ടി കാണാനായിട്ട്
ഇത് നോക്കിയാൽ നേരത്തെ നിങ്ങൾ കണ്ടല്ലേ ആ ഒരു വീഡിയോയും ഈ ഒരു വീഡിയോയിലും ഇത് നോക്കിയേ ആ ഒരു ഭാഗത്ത് തുരുമ്പെല്ലാം പോയി കഴിഞ്ഞപ്പം തന്നെ വണ്ടി അകവശം നല്ല ക്ലീനായി കേട്ടോ. നല്ല രസമുണ്ട് ഇപ്പം കാണാനായിട്ട്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ടാങ്കും കാര്യങ്ങളും എല്ലാം സെറ്റ് ചെയ്യാനുണ്ട്. ഇതിപ്പോൾ കുറേ നേരമായി കേട്ടോ. അപ്പോൾ നമ്മളിത് ഓൾമോസ്റ്റ് ഞാൻ പറഞ്ഞ പോലെ തന്നെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ടാങ്ക് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ടാങ്കിൻ്റെ കിറ്റൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് അഴിക്കണമെങ്കിൽ ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഈ ഇവിടെ ഒരു 2 LK ഉണ്ട്. ഇത് 4-ൻ്റെയാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത്, അതായത് ഈ ഒരു സൈഡ് കിറ്റ് അഴിച്ചാലേ നമുക്ക് ഇതിൻ്റെ അകത്തെ ഈ 2 ഇതും കൂടെ എടുത്തുള്ളൂ. ഇത് രണ്ടും 10-ൻ്റെ കേട്ടോ. അപ്പോൾ 10-ൻ്റെ 2 ഇതുമുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ക്ലിപ്പ് വരുന്നത് ഇങ്ങനെ കേട്ടോ, ഇതുണ്ടോ. അപ്പോൾ ഇത് ചുമ്മാ ജസ്റ്റ് ഇത് കയറിയിരിക്കുവാണ്. ഇത് ജസ്റ്റ് ഇങ്ങോട്ട് വലിച്ചു കഴിഞ്ഞാൽ ഇതിങ്ങ് ഊരി വരും. ഇത് ചുമ്മാ ഇങ്ങനെ ഇത് കണ്ടില്ലേ, ഈ ഒരു ക്ലിപ്പ് പോലെ ഈ ഇരിക്കുന്ന ഇത് ജസ്റ്റ് ഇതിലേക്ക് ഇങ്ങനെ കയറിയിരിക്കുന്നതേ ഉള്ളൂ. അപ്പം ജസ്റ്റ് ഇങ്ങനെ വെച്ചിട്ട് ഇത് ഇങ്ങോട്ടൊന്ന് വലിച്ചു കഴിഞ്ഞാൽ ഈ സാധനം ഇങ്ങ് ഊരി വരും. അങ്ങനല്ലേ, വേറെ ക്ലിപ്പും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇത് ഇവിടെ വശത്തായിട്ട് 2 ഇത് കണ്ടോ, അവിടെ 2 ബോൾട്ട്. ഇത് സ്റ്റാറിൻ്റെയാണ് വരുന്നത്. അപ്പോൾ അത് ഇവിടെ വരുന്നുണ്ട്. അതും കൂടെ ജസ്റ്റ് അയച്ചു കഴിഞ്ഞാൽ ഈ സാധനം ഇങ്ങ് ഊരി വരും. അപ്പോൾ എന്തായാലും ബാക്കി ഇതും കൂടെ ഒന്ന് സെറ്റ് ചെയ്യട്ടെ കേട്ടോ. അപ്പോൾ ഈ ഒരു സൈഡ് ഞാൻ പറഞ്ഞ പോലെ തന്നെ അതെ ഈ ടാങ്കിൻ്റെ ഇവിടെ ഒരു ഇത് വരും, ഇവിടെ ഒരെണ്ണം വരും, ഇവിടെ ഒരെണ്ണം വരും കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇവിടുത്തെ ഒരു കവറ് വരും. അത് ഞാനാണെങ്കിൽ അപ്പുറത്തെ സൈഡിൽ വെച്ച് കാണിച്ചു തരാം. അതായത് ഇത് കണ്ടോ, ഈ ഒരു പീസ് ഇതിൻ്റെ മണ്ടയിൽ കൂടെ വരുന്നതാണ്. അപ്പോൾ ഇത് വരുമ്പോഴേക്കും ഇവിടെ ഒരു LK ബോൾട്ട് വരും, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നു. ഇത് കണ്ടോ, ഈ ഒരു 4-ൻ്റെ ഒരെണ്ണം വരും. പിന്നെ ഇവിടെ ഒരു ജസ്റ്റ് ഒരു ലോക്ക് വരും, ഇവിടെയും വരും. അപ്പോൾ ഈ ഒരു ലോക്കും ഈ ഒരു ലോക്കും ഈ ഒരു 3 ലോക്കും വരും കേട്ടോ ഇതിൻ്റെ അകത്ത്. അപ്പോൾ അതും കൂടെ വന്നു കഴിഞ്ഞ് ഫുള്ള് സെറ്റായി. പിന്നെ ഈ ഒരു സാധനം ഇവിടെ വെച്ച് ലോക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ നേരെ ഇപ്പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇത് കണ്ടോ, ഇവിടോട്ട് 2 ഇത് കയറിയും കിടക്കും കേട്ടോ. അത് കയറി കിടക്കുമ്പോഴാണ് കുറച്ചുകൂടെ ആ ഒരു ടൈറ്റായിട്ട് സാധനം ഇരിക്കുക. എന്നിട്ട് നമ്മൾ അവിടെ ഇട്ട് ബോൾട്ടിട്ട് ടൈറ്റ് ചെയ്താൽ മതി, വേറെ സീനൊന്നുമില്ല. അപ്പോൾ നമുക്ക് അതും കൂടെ സെറ്റ് ചെയ്യട്ടെ കേട്ടോ. അങ്ങനെ നമ്മളിത് വണ്ടി ഫുള്ള് റെഡി ആക്കിയിട്ടുണ്ട്, എല്ലാ സാധനവും കയറ്റി സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ചുമ്മാ വണ്ടി എടുത്തുകൊണ്ട് ഒന്ന് വെളിയിൽ പോകാമെന്ന് ഓർത്ത് ഇറങ്ങിയതാണ്. കാരണം കുറേ ദിവസമായി കേട്ടോ വണ്ടിയൊക്കെ ഒന്ന് എടുത്തിട്ട്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് നേരെ പോയി കുറച്ച് പെട്രോളും കാര്യങ്ങളും ഒക്കെ അടിക്കണം, അങ്ങനെ കുറച്ച് പരിപാടിയുണ്ട്. അപ്പോൾ നമുക്കിനിയിപ്പോൾ നേരെ പോട്ടോ. അങ്ങോട്ടല്ല, നമുക്ക് അങ്ങോട്ടാണ് പോകണ്ടേ. ഒരു വീലി ആയാലോ. ഇതൊക്കെ എന്ത് രസമല്ലേ, ചുമ്മാ നടിച്ചതാണ് അവിടെ. അത് കഴിഞ്ഞ് ഇറക്കമാണ്, അതാ പിന്നെ ഞാൻ അവിടെ സ്റ്റോപ്പാക്കിയത്. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസമെല്ലാം ഇവിടെ ആണെങ്കിൽ മഴയും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. ഇപ്പോഴാണെങ്കിൽ മഴയൊന്നുമില്ല, അതുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ വർക്കൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കോൺടാക്റ്റ് ചെയ്താൽ മതി കേട്ടോ. എൻ്റെ ഇൻസ്റ്റാഗ്രാം ID താഴെ കൊടുത്തിട്ടുണ്ട്, ലിങ്കും കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ജസ്റ്റ് കയറി നോക്കുക, മെസ്സേജ് അയച്ചാൽ മതി. ഇതുപോലത്തെ വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ നല്ല നീറ്റായിട്ട് ചെയ്തു തരുന്നതായിരിക്കും കേട്ടോ. ഇവിടെ വന്ന് പെട്രോൾ മേടിച്ചു, പക്ഷേ പെട്രോൾ ഇപ്പോഴും മിന്നിക്കൊണ്ടിരിക്കും കേട്ടോ. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർക്കറിയാം. ഓഹോ, എന്ത് രസം, എത്ര നാൾക്ക് ശേഷം കേട്ടോ വണ്ടി ഓടിക്കുന്നത്. വണ്ടി നല്ല രസമുണ്ട്. അതുകൊണ്ട് എല്ലാവരും കയറി പോവാണല്ലോ. അതെ, അവിടെ റേസ് 150 വേഴ്സസ് 150. എൻ്റെ മോനെ, ഡിസ്കവർ വേഴ്സസ് പൾസർ. ഡിസ്കവർ അല്ലേ ഇത്? അതെല്ലോ. അതെന്തായാലും കൊള്ളായിരുന്നു കേട്ടോ. ശരിക്കും അടിപൊളിയാണ് കേട്ടോ. ഇപ്പോൾ ഒത്തിരി നാൾക്ക് ശേഷം, ഒത്തിരി നാളെന്ന് ഒരാഴ്ച മിച്ചം ആയി തോന്നുന്നു വണ്ടി എടുത്തിട്ട്. ഞാനേ പുറകെ വണ്ടി അവിടെ ഉണ്ട്, അതുകൊണ്ട് ഞാൻ പിന്നെ സൈഡിലേക്ക് എടുത്തില്ല. എന്തിനല്ലേ വെറുതെ. ഞാൻ കണ്ടായിരുന്നു ഇപ്പുറത്തൂടെ ആ വണ്ടി ഞാൻ കണ്ടായിരുന്നു. ആ വണ്ടി പുള്ളിക്കാരൻ കൈ കാണിച്ചിട്ടല്ലേ തിരിഞ്ഞ്, അപ്പോൾ പെട്ടെന്ന് ശ്രദ്ധിച്ചത്. ഇപ്പുറത്തൂടെ വണ്ടിയും വരുന്നുണ്ടല്ലോ, ഞാൻ അതാ ഇങ്ങനെ നോക്കിയതും. ഞാനാണെങ്കിൽ ഒരു ത്രോട്ടൊക്കെ കൊടുക്കാന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വന്ന, പക്ഷെ ആ ഒരു ഫ്ലോ കളഞ്ഞു. ചോദിക്കുക തടിയൊക്കെ കയറ്റുന്നേ.
എന്താടാ എന്ത് വരുന്നില്ലേ? വരുന്നില്ലേ? വേണ്ട കേട്ടോ, ബ്ലഡി ഫുൾ പട്ടി. അയ്യോ, ഞാനാണെങ്കിൽ അവിടെ നിന്ന് ഒരു ത്രോട്ട് കൊടുത്ത് കയറി വരാമെന്ന് ഓർത്തിരുന്നത്. കറക്റ്റാ വൃത്തികെട്ട പട്ടി. ഇതെന്താണ്? ഓ, JCB. എനിക്ക് ആ പട്ടിയുടെ പേരൊക്കെ കണ്ടപ്പോട്ടല്ലോ. അയ്യോ, ഞാൻ നിർത്തി. എന്താണ് ആരാണ്? എൻ്റെ പോലെ ഗൈസ്, നിങ്ങൾക്കൊരു സ്റ്റോപ്പ് കാണണോ? ഒന്നുകൂടെ. എൻ്റെ മിറർ ലൂസായി പോയി കേട്ടോ. മിറർ ഞാൻ എപ്പോഴും ഓർക്കുന്നതാണ്, ഊരി വെക്കണമെന്ന്. ഓക്കെ, ലെറ്റ്സ് ഗോ. എൻ്റെ മിറർ മൊത്തം ലൂസായിപ്പോയി ഗുയ്സ്. കുഴപ്പമില്ല. കൊള്ളായിരുന്നു. അപ്പം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അത് ചെറിയൊരു വ്ളോഗായിരുന്നു നമ്മുടെ ഈ ഒരു എന്താ പറയുന്നത് വണ്ടീനെ കുറിച്ചുള്ളത്. അതായത് നിങ്ങൾക്കും യൂസ്ഫുൾ ആകുന്ന ഒരു കാര്യമാണ്. പിന്നെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കേണ്ട, പെയിൻ്റ് അടിക്കുന്ന സമയത്ത്, അതായത് നിങ്ങൾ തന്നെയാണ് ചെയ്യുന്നെങ്കിൽ ഈ വൈറ്റായിട്ടുള്ള സർഫേസ് ഉള്ളിടത്തൊന്നും വെച്ചടിക്കരുത്. അത് കുറച്ച് മാറ്റി വെച്ചടിക്കുക, അതായിരിക്കും ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ വണ്ടിയിലേക്കെല്ലാം പടരും കേട്ടോ. ഞാനതാണ് അവിടെ നിന്ന് അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് പെയിൻ്റ് അടിച്ചത്. സോ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ചാനൽ അതുപോലെ സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണുന്നതായിരിക്കും. ടിൽ ദെൻ ബൈ ബൈ, ടാറ്റാ.